എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം മോഹിനി പിങ്കിയോട് പറയുന്നുണ്ട്, ആർക്ക് ഈ വീട്ടിൽ വന്നാലും പോയാലും നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനം കാണും, അതിന് യാതൊരു മാറ്റവും കാണില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദുമോനൊരു സംശയം. നന്ദുമോൻ ഗൗതത്തോട് ചോദിക്കുക, പാപ്പ എനിക്കൊരു കാര്യം ചോദിക്കാനാണെന്ന് പറയും. അന്നേരം എന്താ മോനെ നീ ചോദിക്കേ എന്ന് പറയുമ്പം നന്ദു ചോദിക്കുവാണ്, ഇന്നിപ്പം ഇങ്ങോട്ട് ഗൗരിക്കുട്ടി വന്നപ്പോൾ കുറേ ചടങ്ങുകളൊക്കെ നടത്തിയില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ നടത്തിയിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല, എനിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ഗൗതം ഒന്ന് ആലോചിക്കും, എന്നിട്ട് പറയുവാണ്, മോനെ നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് പറയുമ്പം, അല്ല സന്തോഷം ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു സന്തോഷമല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, മോന് വേണ്ടി ഞങ്ങൾ ഇങ്ങനൊരു ചടങ്ങ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് സർപ്രൈസ് ആക്കി വെച്ചേക്കുവാണെന്ന് പറയുമ്പോഴത്തേക്കും മോനൊരു ആശ്വാസം ആവട്ടോ. അത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മോഹിനി അങ്ങോട്ട് വരും, പായസമായിട്ടോ തന്നെ, ഇനിയിപ്പോൾ എല്ലാവർക്കും കുറച്ച് മധുരം കഴിക്കാമെന്ന് പറയുവാണ്. എന്നിട്ട് പവിത്രോട് പറയും, മോളെ നീ ഇതെല്ലാവർക്കും കൊടുക്കണം കേട്ടോ, ഗസ്റ്റിന് ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ അതിഥിക്ക് ഞാൻ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് മോൾക്ക്, നമ്മുടെ ഗൗരിമോൾക്ക് മോഹിനി തന്നെ കൊടുക്കും. കൊടുത്തിട്ട് ചോദിക്കുക, എങ്ങനെയാണ് മോളെ മധുരമൊക്കെ ഉണ്ടോ ചോദിക്കുമ്പോൾ, ആ മധുരമൊക്കെ ഉണ്ടെന്ന് പറയും. അന്നേരം മോഹിനി പറയുവാണ്, എങ്കിൽ മോളത് പെട്ടെന്ന് കുടിച്ച് കഴിയുമ്പോൾ ഒരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട് എന്ന് പറയുവാണ്. അന്നേരം എല്ലാവരും പരസ്പരം നോക്കൂട്ടോ, ഇനി എന്ത് ചടങ്ങാണ് ബാക്കിയുള്ളത് എന്നോർത്ത്. അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചടങ്ങാണ് മോഹിനിയുള്ളത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കത്രിക എടുക്കുവാണ്. എന്നിട്ട് പറയും, മോളുടെ മുടി കുറച്ച് മുറിക്കണം എന്ന് പറയുവാണ്. അന്നേരം ഇത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മോഹിനി മോളുടെ മുടി മുറിക്കാനായിട്ട് തുടങ്ങുവാണ്. അന്നത്തേക്കും നന്ദ വന്ന് കൈ കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് മോളുടെ മുടി മുറിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, അത് ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജ ചെയ്യാൻ വേണ്ടിയാണ്. മുടി മുറിച്ചുള്ള പൂജയോ അതേതാണെന്ന് എനിക്ക് മനസ്സിലായില്ല, എല്ലാവരും പറയണം. ഇളയമ്മ പറഞ്ഞത് മുടി മുറിച്ച് ഒരു ചടങ്ങ് നടത്താനുണ്ടെന്നാണ്, അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ ഒരു ചടങ്ങുള്ളതായിട്ട് എനിക്കറിയത്തില്ല, ഉണ്ടോ നിങ്ങളെല്ലാവരും പറയുമെന്ന് പറയും. എന്നിട്ട് ഗൗതത്തിനോടായിട്ട് ചോദിക്കും, ഗൗതം സാർ അങ്ങനെ ഒരു ചടങ്ങുണ്ടോ പറയുമെന്ന് പറയുമ്പോൾ, ഇല്ല അങ്ങനെ ഒരു ചടങ്ങില്ല, ഇളയമ്മ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ദേഷ്യം വന്ന് നിൽക്കുവാണ് നന്ദ. അതുകൊണ്ട് തന്നെ നന്ദ ചോദിക്കുന്നുണ്ട്, മുടിയൊക്കെ മുറിച്ചിട്ട് ഏത് ദുർമന്ത്രവാദിയായിട്ട് കൂട്ടുകൂടാനാണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ചെയ്യാനാണ് നിങ്ങൾ മനസ്സിൽ കണ്ടേക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേക്കും മോഹിനിക്ക് ദേഷ്യം വരും. മോഹിനി നന്ദ ചുമ്മാൻ ആവശ്യം പറയരുതെന്ന് പറയുമ്പം, നിങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഈ കാണിച്ചത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ ചെയ്തെല്ലാം ശരിയാണോ എന്ന് ചോദിക്കുവാണ്. അന്നേക്കും ദേഷ്യം വന്നിട്ട് മോഹിനി പറയുന്നുണ്ട്, അതെ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ മുടി മുറിക്കാൻ തുടങ്ങിയത്, എനിക്കും ജഗന്നാഥേട്ടനും സംശയമുള്ളതുകൊണ്ട് ഞങ്ങൾ DNA ടെസ്റ്റ് നടത്താൻ പോവുകയാണ് എന്ന് പറയും. അന്നേരം നന്ദ വയ്ക്കും, ഓ അപ്പം നിങ്ങൾക്ക് എൻ്റെ കുട്ടിയുടെ പിതൃത്വത്തിലാണ് സംശയമുള്ളത്, ആ സംശയം നിങ്ങൾക്ക് മാത്രമുള്ളോ അതോ ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെയും സംശയം തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട്, ഓ അങ്ങനെ ഒരു സംശയം വെച്ചാണോ നിങ്ങളെല്ലാവരും ഈ ചടങ്ങിന് എന്നെ മോളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, നീ ഇത്ര കാലം എവിടെയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, എവിടെയോ ജീവിച്ചിട്ട് ഒരു കാലത്ത് ഒരു കുട്ടിയും കൊണ്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഗൗതത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാം എന്നെന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കത്തില്ല, ഞങ്ങളാരും അത് സമ്മതിച്ച് തരത്തുമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആർക്കും ഇതിൽ വലിയ വിശ്വാസമില്ല എന്ന് പറയുവാണ്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് 100% വിശ്വാസമുണ്ട്, എൻ്റെ മകളാണ് ഗൗരി എന്ന കാര്യത്തിൽ, അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ സംസാരിക്കരുതായിരുന്നു ഇളയമ്മ. ഇളയമ്മ ഇപ്പോൾ കാണിച്ച പരിപാടിക്ക് പറയുന്ന പേര് ചെറ്റത്തരം എന്നാണ്, അതുകൊണ്ട് തന്നെ നന്ദയോട് നിരുപാധികം മാപ്പ് പറയണമെന്ന് പറയാം. അന്നേരം മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു, അതിന് എനിക്ക് മാപ്പ് പറയാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പം, മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ, ഇതിൻ്റെ പേരിൽ നന്ദയോ മകളോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഒരാളും ഇന്ന് ഭക്ഷണം കഴിക്കുകയില്ല, ജലപാനം ആരെക്കൊണ്ട് ഞാൻ കഴിപ്പിക്കത്തുമില്ല എന്ന് പറയും. അന്നേക്കും മോഹിനി നോക്കി, ഇതെന്ത് കഷ്ടമാണ്, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, അല്ലാതെ ഞാൻ മാപ്പ് പറയത്തില്ല എന്ന് തന്നെ പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, എങ്കിൽ ഇന്ന് എൻ്റെ മകളാണ് ഇവിടുത്തെ അതിഥി, അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാളും ഭക്ഷണം കഴിക്കില്ല എന്ന് ഞാനാ പറഞ്ഞത് എന്ന് ഗൗതം ഉറപ്പിച്ച് പറയുക കേട്ടോ. ഏതായാലും ഇതെല്ലാം കണ്ട് ചെറിയൊരു നീരസത്തോടെ നമ്മുടെ പിങ്കിയും അവിടെ ഇരിപ്പുണ്ട്. കാര്യങ്ങൾ ഇത്തിരി മുറുകി വരുന്നതേക്കും മഹേശ്വരൻ പറയുന്നുണ്ട്, ഗൗതം പറഞ്ഞ പോലെ ചെയ്യും, അതുകൊണ്ട് മോഹിനിയോട് ക്ഷമ പറയാൻ പറ ജഗന്നാഥ എന്ന് പറയും. എന്നിട്ട് അന്നേരം ജഗന്നാഥൻ ഇങ്ങനെ അന്തിച്ച് നിൽക്കും, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേടാ എന്ന് ചോദിച്ച് മഹേശ്വരൻ അങ്ങ് ദേഷ്യപ്പെടുന്നതേക്കും ആകെ ടെൻഷനാവും. പെട്ടെന്ന് മോഹിനി മാപ്പ് എന്ന് പറയുവാണ് നമ്മുടെ നന്ദയോട്. അന്നേരം ഗൗതം ചോദിക്കും, ഇതെന്ത് മാപ്പാ, ചെയ്തു പോയ തെറ്റിനും പറഞ്ഞ് ചീത്ത വാക്കുകൾക്ക് മാപ്പ് എന്ന് വേണം പറയാൻ, അല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പം മോഹിനിക്ക് താല്പര്യമില്ല. മോഹിനി പറയല
ഇങ്ങനെ തിരിഞ്ഞ് നന്ദയുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുക. അന്നേരം നന്ദ പറയും ബാ മോളെ നമുക്ക് പോകാം എന്ന് പറയുക. അന്നേരം ലക്ഷ്മി എന്താ നന്ദ അങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പോൾ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചടങ്ങ് കഴിഞ്ഞല്ലോ ഇനി ഞങ്ങൾക്ക് പോകാമല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം അങ്ങനെയല്ല മോളെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പം ഇല്ല, അപമാനിക്കലിൻ്റെ ചെളി പുരണ്ട ഭക്ഷണം ഇതിനു മുമ്പ് പലതവണ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇനി ഒരിക്കൽ കൂടി കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, പ്രത്യേകിച്ച് എൻ്റെ മകളെയും കൊണ്ട് എന്ന് പറയുവാണ് നന്ദ. അന്നേരം ലക്ഷ്മി പറയും മോളെ അതറിയാതെ പറഞ്ഞു പോയതല്ല, അത് നീ മോള് കാര്യമാക്കണ്ട, അതങ്ങ് ക്ഷമിച്ചേരെ എന്ന് പറയുമ്പോൾ ഗൗതം പറയും അതങ്ങനെ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമല്ല, കറക്റ്റ് ഇവിടെ ക്ഷമ പറഞ്ഞേ പറ്റൂ ഇളയമ്മ, പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കും, ബാക്കിയുള്ളവരുടെയും കൂടെ വെള്ളം കൂടി മുട്ടിക്കരുത് ഇളയമ്മ എന്ന് പറയുക. അന്നേരം വേറെ നിവൃത്തിയില്ല കേട്ടോ മോഹിനിക്ക്. അന്നേരം ജഗന്നാഥൻ പറയും മോഹിനി നീ അങ്ങ് ക്ഷമ പറ എന്ന് പറയുവാണ്. അന്നേരം വേറെ നിവൃത്തിയില്ലാതെ മോഹിനി തിരിഞ്ഞ് നന്ദയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുവാണ് ചെയ്ത തെറ്റിനും പറഞ്ഞ ചീത്ത വാക്കുകൾക്കും എനിക്ക് മാപ്പ് തരണമെന്ന്. അന്തേക്കും നന്ദ ഒന്നായി. അന്തേക്കും ലക്ഷ്മിയും പറയും മോളെ ക്ഷമ പറഞ്ഞല്ലോ, ഇനി മോൾ അത് ആ കാര്യം അങ്ങ് വിട്ടേരെ, എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറയുവാണ്. പക്ഷേ മോഹിനിക്ക് അത് ഭയങ്കര നാണക്കേടായി. അതിൻ്റെ കലിപ്പും ദേഷ്യം മൊത്തം മോഹിനിയുടെ മുഖത്തുണ്ട്. പിന്നെ കാണിക്കുന്നത് മോൾക്ക് വേണ്ടി എല്ലാവരും ഗിഫ്റ്റ് മേടിച്ചായിരുന്നു. ആ ഗിഫ്റ്റ് എല്ലാം അവിടെ കൊണ്ട് വെച്ചേക്കും കേട്ടോ. എല്ലാം മോൾക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറയുവാണ് ലക്ഷ്മി എല്ലാവരോടും. എന്നിട്ട് ഗൗതത്തോട് പറയും നീ തന്നെ ആദ്യത്തെ ഗിഫ്റ്റ് കൊടുക്കുകയെന്ന്. അന്നേരം മഹേശ്വരൻ പറയും അതിന് അവൻ്റെ ഗിഫ്റ്റൊന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ സർപ്രൈസായിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് നന്ദുമോനോടായിട്ട് പറയും മോനെ നീ അതങ്ങ് എടുത്തുകൊണ്ട് പോകാമെന്ന്. മോൻ അത് എടുക്കാനായിട്ട് ഓടിപ്പോവും. അന്നേരം എല്ലാവരും ചോദിക്കും എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാനേ എന്ന് പറയും. അന്നത്തേക്കും മോൻ ഓടിപ്പോയിട്ട് ഒരു പേപ്പർ കൊണ്ട് കയ്യിലോട്ട് കൊടുക്കൂട്ടോ ഗൗതത്തിന്. എന്നിട്ട് ഗൗതം അത് മോളിലേക്ക് കൊടുത്തിട്ട് പറയും ഇതാണ് മോൾക്കുള്ള പപ്പയുടെ സർപ്രൈസ് ഗിഫ്റ്റ്, ഇത് മോൾക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ സ്കൂളിലേക്കുള്ള അഡ്മിഷനുള്ള ഫോമാണ്, മോൾ ഇനി തൊട്ട് അവിടെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറയും കേട്ടോ. അന്നേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അത് കൊള്ളാം, ഏതായാലും നന്ദുവിൻ്റെ സ്കൂളിൽ തന്നെ മോൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നൊക്കെ പറയും. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ പിങ്കിയുടെ മുഖം മങ്ങി പോകുന്നു. അതുപോലെ നന്ദയ്ക്കും അത് അത്രയും ഇഷ്ടപ്പെടുന്നില്ല. അന്നേക്കും നന്ദ വന്നിട്ട് ഗൗതത്തിനോടായിട്ട് പറയും ഗൗതം സാർ എനിക്ക് ഗൗതം സാറിനോട് ഒരു കാര്യം പറയണം, അത്യാവശ്യമാണ് എന്ന് പറയും. നേരം ഗൗതം ഒന്നൊന്ന് മടിച്ച് വന്നിട്ട് ആ ശരി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അപ്പുറത്തേക്ക് പോവാം. അന്നത്തേക്കും അവിടെ നിന്ന് മോഹിനി പറയുന്നുണ്ട് ഓ ഇപ്പം വന്ന് കയറിയുള്ളൂ അന്നേരെ തുടങ്ങി മാറ്റി നിർത്തി സംസാരിക്കാൻ, ഇനി അപ്പുറത്തേക്ക് മാറ്റി നിർത്തി ഈ വീട്ടിലുള്ളവരുടെ കുറ്റം തന്നെയായിരിക്കും പറയാൻ പോകുന്നത്, ഇനി ആരൊക്കെ ഈ വീട്ടിൽ കാണുമെന്ന് ഈശ്വരൻ അറിയാമെന്ന് ഇങ്ങനെ ഇഷ്ടമില്ലാണ്ട് പറയുവാണ് മോഹിനി. ഇത് കേൾക്കുന്ന പിങ്കിക്ക് ആകെ ടെൻഷനായി തുടങ്ങി. അന്നേരം പെട്ടെന്ന് മഹേശ്വരൻ്റെയും അതുപോലെ ലക്ഷ്മിയുടെയും ഒക്കെ മുഖം അങ്ങ് മങ്ങൂട്ടോ. അവിടുന്ന് ഗൗതത്തെ മാറ്റി നിർത്തിയിട്ട് നന്ദ സംസാരിക്കുകയാണ്. നന്ദ പറയുന്നുണ്ട് ഗൗതം സാർ ഗൗരിയുടെ അച്ഛൻ തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു, പക്ഷേ ഞാൻ അമ്മയാണ് എന്നുള്ള കാര്യം സാറ് മറന്നു പോകരുത്. നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, അവൾക്ക് വലിയ വലിയ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു, അവളെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയാണ്, അതുകൊണ്ട് എന്നോടുകൂടെ ചർച്ച ചെയ്ത് എൻ്റെയും കൂടെ സമ്മതം വാങ്ങണം, അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ മകളുടെ ഭാവിയെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്, അവൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം, അത് അച്ഛനെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത്രയും കാലം നിനക്ക് പറ്റുന്ന രീതിയിൽ നീ പഠിപ്പിച്ചു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞാനുണ്ട് അവൾക്ക്, അതുകൊണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്കൂളിൽ തന്നെ അവൾ പഠിക്കട്ടെ എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കും അപ്പം നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്, ഇത്രയും കാലം ഞാൻ അവളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയും നിൻ്റെ വരുമാനം വെച്ച് നിനക്ക് എന്തൊക്കെയോ പറ്റും എന്ന് എനിക്ക് ഏകദേശം അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു സ്കൂളിലേക്ക് മോൾക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അവിടെ വെറുതെ ഒന്നും പറ്റത്തില്ല, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണം, അതിന് മോൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പം പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് ഞാനൊരു ട്യൂട്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, 2 ആഴ്ച ആ ട്യൂട്ടറുടെ അടുത്ത് അവൾ പഠിക്കട്ടെ, അതിനുശേഷം നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കും സാർ എന്താ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മകൾക്ക് ഇപ്പം നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവൾക്ക് അടിസ്ഥാനപരമായി ഒന്നും അറിയില്ലെന്നാണ് സാർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം അത് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട് ഇൻ്റർവ്യൂ നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, നാളെ തന്നെ ഇൻ്റർവ്യൂ നടത്തണം എന്ന് പറയും. അന്നേരം ഗൗതം പറയും അവൾക്ക് ആ സ്കൂളിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കഴിവായിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം അവൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം അതുണ്ടോ ഇല്ലയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനല്ലേ അവളുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൗരി നാളെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് പറയും. അന്നേരം ആയിക്കോട്ടെ ഈ ഓവർ കോൺഫിഡൻസ് എന്നും കണ്ടാൽ മതിയെന്ന് ഗൗതം പറയുവാണ്. ഏതായാലും നന്ദ അങ്ങനെ പറഞ്ഞപ്പം അതങ്ങ് സമ്മതിക്കുവാണ് ഗൗതം അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നന്ദ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇതൊന്നും ശരിയാകില്ല ഗൗതം സാർ, അതുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പോകണമെന്ന് ഞങ്ങൾ പറയുന്നത് എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ.
നന്ദ. അതുപോലെ തന്നെ പിങ്കിക്ക് അതങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിങ്കി ഗൗതത്തെ മാറ്റി നിർത്തി സംസാരിക്കുക. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഗൗതത്തിന് ചിലപ്പം ഇഷ്ടപ്പെടില്ലായിരിക്കും, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ നന്ദുവിനെ അത് ബാധിക്കുമെന്ന് പറയും. അന്നേരം ഗൗതം ചോദിക്കും, എന്താ നീ ഉദ്ദേശിക്കുന്നത്, എന്താണെങ്കിലും തുറന്ന് ഇങ്ങോട്ട് പറ, അല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകില്ല എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട്, ഗൗതം ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഗൗരിയെ നന്ദു പഠിക്കുന്ന സ്കൂളിൽ തന്നെ ചേർക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ പേരൻസ് മീറ്റിങ്ങിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ഓർത്ത് നോക്കിയേ. അവൻ്റെ പേരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും പോകേണ്ടി വരും. അപ്പം ഗൗരിയുടെ പേരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ ആര് പോകും എന്ന് വയ്ക്കും. അന്നേരം ഗൗതം പറയും, ഗൗരിയുടെ പേരൻസ് മീറ്റിങ്ങിന് ഞാനും നന്ദയും പോകുമെന്ന് പറയുമ്പം പിങ്കി ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് ഗൗതം നടക്കുന്നത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെല്ലാവരും നന്ദുവിനെ കളിയാക്കില്ലേ, അവൻ്റെ അച്ഛന് 2 ഭാര്യമാരാണോ എന്നൊക്കെ ചോദിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് പിങ്കി. നേരം ഗൗതം പറയുന്നുണ്ട്, അവനോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി എൻ്റെ മകൻ പറഞ്ഞോളും, അവൻ പറഞ്ഞോളും എൻ്റെ അച്ഛൻ അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണ് ഗൗരി എന്ന്. ആ ഒരു സങ്കടം അവൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഗൗരിയുടെ നെറ്റിയിൽ ഒരു അഡോപ്റ്റഡ് എന്നുള്ള ഒരു ലേബൽ ഒട്ടിച്ചത്. ഒരിക്കലും എൻ്റെ മക്കൾ രണ്ടുപേരും സങ്കടപ്പെടരുത്, അവർ രണ്ടുപേരും സങ്കടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവരെ രണ്ടുപേരെയും സങ്കടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയാം, അതിൻ്റെ പേരിൽ ആരും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോകുമ്പം അത് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പിങ്കിക്ക്. പിന്നെ കാണിക്കുന്ന ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിന് ഗൗതമും നന്ദയും മോളും വന്നിരിപ്പുണ്ട്. ഗൗതം ഇത് എൻ്റെ എന്ന് പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്താൻ തുടങ്ങുമ്പോഴേക്കും നന്ദ പറയും, ടീച്ചറെ ഇത് എൻ്റെ മകളാണ്, പേര് ഗൗരി എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ തന്നെ അങ്ങ് പരിചയപ്പെടുത്തുക. അത് ഗൗതത്തിന് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല. അന്നേരം അവിടെ ഇരിക്കുന്ന മിസ്സ് പറയും, മോള് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയെന്ന് പറയും. അപ്പോൾ മോള് പേര് പറയുന്നത് ഗൗരി നന്ദ വിനയചന്ദ്രൻ എന്നാട്ടോ. എന്നിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ മോള് നല്ല സ്മാർട്ടായിട്ട് എല്ലാം നല്ല ഇംഗ്ലീഷിലൊക്കെ നല്ല സൂപ്പറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ സയൻസ് ആണെന്ന് പറയും. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് സൂര്യന് ചുറ്റും എത്ര ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട് എന്നൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ്. എന്തെങ്കിലും ഗൗതം അത്രയും വലിയ ചോദ്യമൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും അവൾക്കില്ല, അവളൊരു സാധാ സ്കൂളിലാണ് പഠിച്ചത് എന്ന് പറയുമ്പോഴേക്കും മോൾ അതിന് മറുപടി പറയട്ടെ സാർ എന്ന് പറയും. അപ്പോഴേക്കും മോൾ അതെല്ലാം നല്ല രീതിയിൽ പറയുന്നു. അന്നേരം ആദ്യം 9 എന്ന് പറയും, അത് തിരുത്തി 8 എന്ന് പറയും. അന്നേരം ഗൗതം, അയ്യോ മോൾ എന്തെങ്കിലും മാറ്റി പറയുന്നത്, ആദ്യം പറഞ്ഞതായിരുന്നു ശരിയെന്ന് പറയുമ്പോൾ ഈ പപ്പ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്ന് പറഞ്ഞിട്ട് മോൾ കാര്യങ്ങളെല്ലാം വിശദീകരിക്കും. അന്നേരം അവിടെ ഇരിക്കുന്ന മിസ്സ് പറയുന്നുണ്ട്, മോൾ നല്ല മിടുക്കിയാണ്, നമ്മൾ പോലും പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യല, അതിൻ്റെ പ്രശ്നമാണ്, മോൾ പറഞ്ഞത് കറക്റ്റാണെന്ന് പറയും കേട്ടോ. അന്നേരം ആ മിസ്സ് തന്നെ പറയുവാണ്, ഗൗതം സാറിൻ്റെ വിശദീകരണം കേട്ടപ്പോൾ ഞാൻ ഓർത്തത് മോളൊരു ബിലോ ആവറേജിനും താഴെയാണെന്നാണ്, പക്ഷേ ഇവള് അങ്ങനെയല്ലല്ലോ, ഇവള് നല്ല ടാലൻറ്റഡ് ആണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്, മോളെ നമുക്ക് ഇവിടെ തന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് മോളോട് പുറത്തോട്ട് പൊക്കോളാൻ പറയും. അവിടെ പ്യൂണുണ്ട്, സ്കൂളൊക്കെ ഒന്ന് പോയി ചുറ്റി കണ്ടോളാൻ പറയും. മോളങ്ങ് പോയി കഴിയുമ്പം വേണമെങ്കിൽ നന്ദുവിൻ്റെ ക്ലാസ്സിൽ തന്നെ 3rd സ്റ്റാൻഡേർഡിലേക്ക് മോളെ ആക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നന്ദു പറയും വേണ്ടാന്ന്. അന്നേരം മിസ്സ് ഓർത്തത് മോളിപ്പം നിലവിൽ 1st സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, അപ്പം ആ രീതിയിൽ അങ്ങ് പഠിച്ച് വന്നാൽ മതി എന്നുള്ള രീതിയിലാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. അന്നേരം നന്ദ പറയും, അല്ല എൻ്റെ മകൾ ഇവിടെ പഠിക്കുന്നില്ല എന്ന്. അന്നേരം അവരുടെ മുഖം അങ്ങ് പെട്ടെന്ന് മാറുവേ. അന്നേരം ഗൗതം, നന്ദ പറഞ്ഞത് മാറിപ്പോയതാന്ന് പറയുമ്പോൾ മാറിപ്പോയതൊന്നും അല്ല, എൻ്റെ മകൾ ഇവിടെ പഠിക്കുന്നില്ല എന്ന് പറയുമ്പം ഇതെന്താ കാര്യം എന്നറിയാതെ ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കുന്ന ഗൗതത്തെയും ആ മിസ്സിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.